ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മൾ SSLC എക്സാം മാത്സിൻ്റെ ആൻസർ കീ ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ആൻസർ ആംഗിൾ AOB ഈക്വൽ 140, ആംഗിൾ ADB ഈക്വൽ 70. രണ്ടാമത്തത് കോമൺ ഡിഫറൻസ് 5, 11th ടേം 53. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിൽ ഫിഗറിനകത്ത് ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ ഈക്വൽസ് 5.1. അഞ്ചാമത്തെ ചോദ്യത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. ഫോം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ടേക്കിംഗ് ദ നമ്പർ ആസ് എക്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 6x - 187 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ എന്താണെന്ന് കിട്ടും? ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചോ ഫാക്ടറൈസേഷൻ മെത്തേഡോ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ 17 കിട്ടും. അടുത്ത ചോദ്യം. ആറാമത്തെ ചോദ്യത്തിൽ സ്ലോപ്പ് ചോദിച്ചിരിക്കുന്നു. സ്ലോപ്പ് നമുക്ക് 2 കിട്ടും. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമുക്ക് y is equal to 2x + 1 എന്ന് കിട്ടും. ഓക്കെ. ഏഴാമത്തെ ചോദ്യം റിമൈൻഡർ ചോദിച്ചിരിക്കുന്നത്. റിമൈൻഡർ 2. രണ്ടാമത്തെ പാർട്ട് ബി. 176 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? 176നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നത് കൊണ്ട് യെസ് 176 is a term of the sequence. പിന്നെ അടുത്ത എട്ടാമത്തെ ചോദ്യം. പി ബിയുടെ ലെങ്ത് 8 - 3 = 5. പിന്നെ PA × PB = PC × PD എന്ന റിലേഷൻ വെച്ച് ചെയ്യുമ്പോൾ PD 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഒമ്പതാമത്തെ ചോദ്യം. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ എക്സ് ആക്സിസ്. അതായത് നമ്മൾ നോക്കുമ്പോൾ 4, 3 സെൻറ്റർ 0, 0, 0, 3 എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് 3 യൂണിറ്റ്സ്. അടുത്തത് x - 4 ഹോൾ സ്ക്വയർ + y - 3 ഹോൾ സ്ക്വയർ = റേഡിയസ് 5 എന്ന് തന്നിട്ടുണ്ട്. 5² എന്ന ഇക്വേഷൻ ഓഫ് ദ സർക്കിളിൽ കൊടുത്താൽ നമുക്ക് എന്താണ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടും. 8, 0, 0 എന്നും കിട്ടും. അടുത്ത 10ാമത്തെ ചോദ്യം. ഡ്രോ ദ സർക്കിൾ. അത് നിങ്ങൾ തന്നെ അങ്ങ് വരയ്ക്കുക. ഓക്കെ. ഇനി അടുത്ത് 11. 11ാമത്തത് തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ആൻസർ കണ്ടെത്തിയിരിക്കുന്നത് 1 + 2 + 3 up to 20. ആൻസർ ഈസ് 210. 5 + 10 + 15 up to 100. ആൻസർ ഈസ് 1050. 8 + 13 + 18 + dash dash + 103. ആൻസർ ഈക്വൽസ് 1110. 4 + 9 + 14 + dash dash + 99 ഈക്വൽസ് 1030 is the answer. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം. ബ്രെഡ്ത്ത് എക്സായിട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ലെങ്ത് 5 കൂടുതലാണ്, 5 സെൻറ്റിമീറ്റർ കൂടുതലാകുമ്പോൾ ലെങ്ത് x + 5ഉം ഡയഗണൽ ബ്രെഡ്ത്തിനെ കാട്ടി 10 കൂടുതൽ. അപ്പോൾ ഡയഗണൽ ഈക്വൽസ് x + 10. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്ത് എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന രീതിയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് ആൻസറിലെത്തി. x = 15 എന്നും -5 എന്നും കിട്ടും. അതിലെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ ലെങ്ത് 20 എന്നും ബ്രെഡ്ത്ത് 15 എന്നും കിട്ടും. ഓക്കെ. 13ാമത്തെ ചോദ്യത്തിൽ ABയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. x1 + x2/2, y1 + y2/2. അങ്ങനെ മിഡ് പോയിന്റ് 11/2, 9/2 എന്ന് കിട്ടും. പിന്നെ കോർഡിനേറ്റ് സെക്ഷൻ ഫോർമുല അനുസരിച്ച് പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് 5, 4 എന്ന് കിട്ടും. 14ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. അത് നിങ്ങൾ വരയ്ക്കുക. ഇനി അടുത്ത 15ാമത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യം എയിൽ നിന്ന് BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ sin 50 = h/8. അങ്ങനെ കിട്ടുമ്പോൾ എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6.16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ പാർട്ട് ഏരിയ കാണാനാണ്. ഏരിയ ഹാഫ് BH വെച്ച് കാണുമ്പോൾ 30.8 cm² എന്ന് കിട്ടും. 16ാമത്തെ ചോദ്യം. ചിത്രം തന്നിട്ടുണ്ട്. ABയുടെ നീളം കാണാൻ 5 - 1 = 4 യൂണിറ്റ്. ABയുടെ മിഡ് പോയിന്റ് കാണാൻ, അതായത് 3 എന്ന് കിട്ടും. വെർട്ടെക്സ് C കാണുന്ന 3 and 3 + 3√3. അതിനെ നമുക്ക് വേണമെങ്കിൽ 3, 3 × 1 + √3 എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യം. 17ാമത്തെ ചോദ്യം. റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ് വന്നിട്ടുണ്ട്. റേഷ്യോ റേഡിയസ് ചോദിച്ചു 3:2. റേഷ്യോ ഓഫ് ദ വോളിയം ചോദിച്ചിരിക്കുന്നത് അത് 27:8 എന്ന് കിട്ടി.
മൂന്നാമത്തെ പാർട്ട് ഒരെണ്ണത്തിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ വോളിയം കണ്ടുപിടിക്കണം. നമുക്ക് അങ്ങനെ 32 cm³ എന്ന് ആൻസർ കിട്ടും. പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. 16 റെഡ് ബോൾസ് ഒരു ബാഗിലുണ്ടെന്ന് പറയുന്നത്. ബ്ലൂ ബോൾസിൻ്റെ എണ്ണം പറയുന്നില്ല. പ്രോബബിലിറ്റി ഓഫ് റെഡ് തന്നിട്ടുണ്ട് 2/3 എന്ന്. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത് 24. പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ചോദിക്കുന്നത് 1 - 2/3 1/3 കിട്ടും. പിന്നെ കുറച്ച് ബോൾ കൂടെ ആഡ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. ഓക്കെ. ആംഗിൾ PBA = 65, ആംഗിൾ AOB = 130, ആംഗിൾ P = 50 ഡിഗ്രി, ആംഗിൾ ACB = 65 ഡിഗ്രി. 20ാമത്തെ പോളിനോമിയലിലെ ചോദ്യമാണ്. പോളിനോമിയൽ x² - 7x + 12 തന്നിട്ടുണ്ട്. P(3) കാണാൻ ആവശ്യപ്പെടുന്നു. P(3) 0 ആണ്. P(x - P(3) എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഫാക്ടർ ചോദിച്ചിരിക്കുന്നത് x - 3 is a ഫാക്ടർ. പിന്നെ സൊല്യൂഷൻസ് x = 3ഉം x = 4ഉം. പിന്നെ അടുത്ത 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം സ്ലാൻഡ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്ന 10 ആണ് തന്നിരിക്കുന്നത്. A തന്നിട്ടുണ്ട്, A12 H8, അങ്ങനെ സ്ലാൻഡ് ഹൈറ്റ് 10 എന്ന് കിട്ടും. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ കോസ്റ്റ ചോദിച്ചിരിക്കുക. കോസ്റ്റ മേക്കിംഗ് ദ 10. ടോട്ടൽ സർഫസ് ഏരിയ കാണണം. A² + 2AL 384 m² എന്ന് കിട്ടും. 1 m²ന് 340 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? 130,560. 3 rupees-ആണ് നമുക്ക് ചിലവാകുന്നത്. ഓക്കെ. 22ാമത്തത് കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കിട്ടി 4 എന്ന. ഫസ്റ്റ് ടേം 7 എന്ന് കിട്ടി. ആൾജിബ്രൈക് ഫോം ചോദിച്ചിട്ടുണ്ട്. xn ചോദിച്ചിട്ടുണ്ട്. 4n + 3 കിട്ടി. സം ഓഫ് 31 ടേംസ് 2077. അടുത്ത 23ാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യം എയുടെ കോർഡിനേറ്റ്സ് 2, 2√2. പിന്നെ റേഡിയസ് 4. പിന്നെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x² + y² = 4². കോർഡിനേറ്റ് ഓഫ് C ഈസ് -2 - 2√3. 24th ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കാണാനാണ്. വോളിയം ഓഫ് കോൺ 864 π, വോളിയം ഓഫ് 1 സ്ഫിയർ 36 π. ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽസ് 24. 25ാമത്തത് മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25ാമത്തത് എത്രാമത്തെ ആളുടെയാണ് മീഡിയൻ ആയിട്ട് കാണുന്നത്? 25ാമത്തെ ആളുടേത്. A 25th. പിന്നെ 19 വരെ 500. അപ്പോൾ 20ാമത്തെ ആളുടെ കണ്ടുപിടിച്ചപ്പോൾ 505. മീഡിയൻ വേജ് x25 ആണ്. x20 + 5d ചെയ്യുമ്പോൾ 555 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. 26ാമത്തെ വരയ്ക്കാനുള്ള ചോദ്യമാണ്. 27ാമത്തത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് PC കണ്ടുപിടിക്കണം. PC = 4.5. രണ്ടാമത്തത് CD ആണ് ചോദിച്ചിരിക്കുന്നത്. CD 12.5 എന്ന് കിട്ടും. പിന്നെ MN ആണ് ചോദിച്ചിരിക്കുന്നത്. CMN MN = 6 + 6 = 12 cm എന്ന് കിട്ടും. അടുത്ത 28ാമത്തത് ട്രിഗ്നോമെട്രിയിലെ ചോദ്യമാണ്. പടം വരയ്ക്കുന്നതിന് 1 മാർക്ക്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് ദറ്റ് ഈസ് 8.5. ഡിസ്റ്റൻസ് ഈസ് D is equal to 8.5. 25 + 8.5 ഈസ് അതോടെ ആഡ് ചെയ്യും. 28ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിലെയാണ്. അപ്പം പടം വരയ്ക്കുന്നതിന് 1 മാർക്ക്. പിന്നെ രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ ബിൽഡിംഗ് ആൻഡ് ബോയ് ദറ്റ് ഈസ് ആദ്യത്തെ 70 ഡിഗ്രിയിൽ നിന്ന് ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് 8.5 മീറ്റർ. പിന്നെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് 25.1 എന്ന് കിട്ടും. പിന്നെ 29ാമത്തത് കുറച്ച് ഫില്ലപ്പാണ്. അത് ആദ്യത്തെ ആൻസർ 1, രണ്ടാമത്തെ 2/√3, മൂന്നാമത്തത് 1, നാലാമത്തത് 0. അപ്പോൾ ഇതോടെ ആൻസർ കീ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ.